ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ജീൻസിനും സ്കേർട്ടിനും ഒക്കെ കൂടെ ഇടാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട് ബിഗിനേഴ്സിനും പുതിയതായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പ്. അപ്പോൾ ടോപ്പിന് വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ്. ഇത് 1.5 മീറ്ററാണ് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ ഇത് ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ഒരു പീസും കൂടിയാണ്. കറക്റ്റ് ഇത് 1.5 മീറ്ററോളം ഉണ്ട്. അത് ഞാൻ 4ആയിട്ട് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, നമ്മുടെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അടിഭാഗത്തു നിന്നാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത്. അതിന് ആദ്യം നമുക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ മുകളിൽ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ്, ആ മുകൾ വശം നമുക്ക് സ്ലീവ് ആക്കാം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ എടുക്കുന്നത്. അടിഭാഗത്തു നിന്നും മുകളിലേക്ക് 25 ഇഞ്ച് ലെങ്തിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. 25 ഇഞ്ച് ലെങ്താണ് ഈ ടോപ്പിന് കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ സീം അലവൻസ് ഉൾപ്പെടെയാണ് 25 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊരു ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യണം. 6.5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി എന്നിട്ട് അവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 1/2 ഇഞ്ച് സീം അലവൻസ് പോകുമല്ലോ മുകളിൽ, അതും ഞാൻ ഇതേപോലെ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത 6.5 ഇഞ്ചിൽ നിന്ന് താഴേക്ക് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ഞാൻ നമ്മുടെ ആ ഷോൾഡർ അടിച്ച് മറിക്കാനുള്ള 1/2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് 6.5 ഇഞ്ച് താഴേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ നിന്നല്ല, നമ്മൾ ഷോൾഡർ അടിച്ച് മറിക്കുന്ന ആ 1/2 ഇഞ്ചിൻ്റെ ആ ലൈനിൽ നിന്നാണ് ഞാൻ താഴേക്കുള്ള ചെസ്റ്റിൻ്റെ ലൈനും വേസ്റ്റിൻ്റെ ലൈനും എല്ലാം മാർക്ക് ചെയ്തേക്കുന്നത്. അതേപോലെ ആം ഹോളിൻ്റെ ലെങ്തും മാർക്ക് ചെയ്തത് ആ ലൈനിൽ നിന്നാണ്. എന്നിട്ട് നമ്മൾ ആ ലെങ്തിൻ്റെ ഹാഫ് കാണുക, നമ്മുടെ ആം ഹോൾ ലെങ്തിൻ്റെ ഹാഫ് കാണുക. എന്നിട്ട് ഇവിടുത്തെ ചെസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. ഇനി എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ ചെസ്റ്റ് വരുന്നത് 40 ചെസ്റ്റാണ്. അതാണ് നമ്മൾ അതിൻ്റെ 4/1 10 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്തത്. ഇനി എന്നിട്ട് നമ്മൾ ഇതേപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ആ റൗണ്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാം. ഇനി എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ആം ഹോളിൻ്റെ റൗണ്ട് ഒന്ന് അളന്ന് നോക്കണം കേട്ടോ. നമുക്ക് എത്രയാണ് കറക്റ്റ്, നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് കാണുമല്ലോ, അത് കറക്റ്റ് നമ്മളൊരു ചുരിദാറിൻ്റെ അളവിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് കറക്റ്റ് അവിടെ എനിക്കിവിടെ 9.5 വേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം, ഇല്ലെങ്കിൽ നമ്മുടെ അളവിൽ വ്യത്യാസം വരുത്തണേ, ലെങ്തിൽ വ്യത്യാസം വരുത്തി വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഭാഗം ടൈറ്റായിട്ടോ അല്ലെങ്കിൽ ലൂസായിട്ടോ പോകുവേ. ഇനി എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ വിട്ടെന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. താഴത്തേക്കുള്ള ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത് 5 ഇഞ്ചും ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് 4 ഇഞ്ചുമാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാർക്ക് ചെയ്യാം. ഇനി എന്നിട്ട് അപ്പം ഞാനിത് സ്കേർട്ടിൻ്റെ കൂടെയാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഒത്തിരി നെക്ക് ഇറക്കുന്നില്ല. അപ്പം 3 ഇഞ്ച് നെക്കിൻ്റെ വിട്ടും നമുക്ക് എത്രയാണോ 5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്, ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് 4 ഇഞ്ചുമാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഞാനിപ്പോൾ യു ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. അത് ഞാൻ ആം ഹോൾ കർവ് വെച്ചിട്ടാണ് യു ഷേപ്പ് ഇതേപോലെ കൊടുത്തേക്കുന്നത്. ഇനി എന്നിട്ട് നമുക്ക് അടുത്ത എന്താ വേണ്ടത്, നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത് വേണം. അപ്പോൾ നമ്മുടെ ചുരിദാറിനൊക്കെ നമ്മളെടുക്കത്തില്ലേ വേസ്റ്റിൻ്റെ ലെങ്ത്, ഹിപ്പിൻ്റെ ലെങ്ത്, അത് വെച്ചിട്ട് നമ്മളങ്ങ് മാർക്ക് ചെയ്താലും മതി. അപ്പം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ആണെങ്കിൽ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്ന് താഴേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത് എത്രയാണോ, ഇവിടെ ഞാൻ 13 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അവിടുത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഇവിടെ ഞാൻ 8.25 ഇഞ്ചാണ് വണ്ണം കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് അത് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് താഴെ അങ്ങ് അറ്റത്ത് നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇത് ഞാനിപ്പം നമ്മുടെ ചുരിദാറിനൊക്കെ എലൈൻ കൊടുക്കത്തില്ലേ, എലൈൻ ഷേപ്പിൽ കൊടുക്കുന്നത് പോലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് അറ്റത്ത് സ്ലിറ്റ് വേണമെങ്കിൽ നമുക്ക് ചുരിദാറിന് സ്ലിറ്റ് ചെയ്യുന്നത് പോലെ കൊടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് ഞാൻ സ്ലിറ്റ് ഇല്ലാതെ കൊടുക്കുക. അതവിടെ വേണ്ടൊരു 11.5 ഇഞ്ചിൽ
വണ്ണം ഞാനങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 12.5 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ണം മാർക്ക് ചെയ്യാമേ. എന്നിട്ട് താഴ്ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് കയറ്റി ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചരിച്ചൊന്ന് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഷേപ്പ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഭാഗം ഒരു ഷേപ്പിൽ കിട്ടും. എന്ന് വെച്ചാൽ ഒരു സെൻറ്ററിൽ വരുമ്പോൾ ഒരു നല്ല ഷേപ്പായിരിക്കും നമ്മുടെ ആ ഭാഗത്ത്, ഒരു റൗണ്ടിൽ കിടക്കും. അപ്പോൾ അതാണ് എനിക്ക് ഇത്തിരി കൂടി ഇഷ്ടമേ. അങ്ങനെയാണ് ഞാനിത് കൊടുത്തേക്കുന്നത്. ഇനി എന്നിട്ട് നമുക്ക് അവിടുത്തെ ലൂസ് ഇച്ചിരി കൂട്ടി വേണേലും കൊടുക്കാം. നമുക്ക് ടൈറ്റായിട്ട് കിടക്കണമെങ്കിൽ ടൈറ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ലൂസ് ഇട്ട് കൊടുക്കാമേ. അപ്പം ഞാനിതിലല്ല എൻ്റെ അളവാണ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അളവിൽ ചെയ്തെടുക്കാം. ഇനി എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കുവാണേ. നമ്മുടെ കറക്റ്റ് ആം ഹോളും നെക്കും നമ്മുടെ ചെസ്റ്റും എല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മൾ ആ വരച്ച മാതിരി നമ്മളിതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആം ഹോളിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോൾഡർ 1/2 ഇഞ്ച് ലൈന് കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യണം. ഇനി നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്യാനുള്ളത് ബാക്ക് നെക്കാണേ. നമ്മൾ ഫ്രണ്ട് നെക്ക് ആരും കട്ട് ചെയ്ത് മാറ്റരുത്. ബാക്ക് നെക്ക് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ. ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. ഇനി എന്നിട്ട് നമുക്ക് ഇതിനകത്തിലിപ്പോൾ 2 പീസ് ഉണ്ടല്ലോ, ഫ്രണ്ടും ബാക്കും. അതിലെ ഒരു പീസ് അങ്ങ് എടുത്തു മാറ്റുക. അപ്പം ഞാൻ അകത്തെ പീസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ കറക്റ്റിന് നമ്മൾ മുമ്പ് എങ്ങനെയാണോ ഇട്ടിരുന്നത് അതേപോലെ നമ്മൾ കറക്റ്റിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മുടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാനും. അതേപോലെ ആം ഹോൾ നമ്മൾ 1/2 ഇഞ്ചൊന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്യണം. അപ്പം ഞാൻ ആദ്യം ഈ ഫ്രണ്ട് നെക്കൊന്ന് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യട്ടെ. നമ്മളിതിൽ ആം ഹോളാണ് കട്ട് ചെയ്യുന്നത്. ആം ഹോൾ കട്ട് ചെയ്യുന്ന 1/2 ഇഞ്ചിലാണല്ലോ നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്തില്ലേ, ആ തയ്യൽ തുമ്പല്ല നമ്മുടെ കറക്റ്റ് വണ്ണം. എന്നിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് മാറ്റി നമ്മളിതേപോലെ ഒന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാറ്റിയിട്ട് എന്നിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ കുഴിച്ചിട്ട് ആ 1 ഇഞ്ച് മാർക്കിലേക്ക് നമ്മൾ കൊണ്ട് യോജിപ്പിക്കുക. നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് ലൈനിൻ്റെ അവിടത്തേക്ക് കൊണ്ടുപോകാതെ അതിന് മുന്നേ ഒരു 1 ഇഞ്ച് നമ്മളിതേപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ട് യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആം ഹോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുവേ. അങ്ങനെ നമ്മൾ ആ വരച്ച ലൈനിൽ കൂടി ഫ്രണ്ടിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ ഫ്രണ്ടിൻ്റെ കൈക്കുഴിയാണ് 1/2 ഇഞ്ച് നമ്മളിതേപോലെ ഒന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. നമ്മൾ ആ വരച്ച ലൈനിൽ കൂടി കണ്ടോ, നമ്മുടെ ആ മുന്നിലൊരു 1 ഇഞ്ചിൻ്റെ അവിടെ വരെ നമ്മുടെ ആ കത്രിക അറ്റം ചെല്ലാവും. ഇനി എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ കൈക്കുഴി മാർക്ക് കാണാൻ വേണ്ടി നമ്മളൊരു ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ അടുത്ത കട്ട് ചെയ്യാൻ പോകുന്ന സ്ലീവാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ മുകൾ വശം മടക്ക് വശം നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മടക്ക് ഭാഗം ഞാൻ ഇതേപോലെ എടുത്തിട്ടിട്ടുണ്ട്. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് കറക്റ്റ് 14 ഇഞ്ച് ലെങ്ത് എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി എന്നിട്ട് സ്ലീവിൻ്റെ അറ്റത്ത് നമ്മളൊരു പടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ വെച്ചാൽ മതി. അപ്പം ഇവിടുത്തെ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അത് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ആ 9 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മളിപ്പോൾ ഈ മടക്കിയില്ലേ, നമ്മൾ ഈ സ്ലീവ് 4ആയിട്ടാണ് മടക്കി വയ്ക്കുന്നത്. ഈ മടക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മടക്കിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി എന്നിട്ട് നമ്മൾ ഈ 3.5 ഇഞ്ചിൻ്റെ ലൈനിൻ്റെ അവിടത്തേക്ക് ഇതേപോലെ വളച്ചൊരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ഈ നമ്മളിപ്പം മാർക്ക് ചെയ്ത ആ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ 10 ഇഞ്ചാണ് അതിൻ്റെ സെൻറ്റർ എത്ര, 5 ഇഞ്ച്, അതൊന്ന് മാർക്ക് ചെയ്യുക. ഇനി എന്നിട്ട് നമ്മൾ പിന്നെ മടക്കിയ അവിടെ നിന്ന് നമ്മൾ ഇപ്പം മാർക്ക് ചെയ്ത സെൻറ്ററിലേക്ക് നമ്മളിങ്ങനെ ആം ഹോൾ കർവ് വെച്ച് നമുക്കിങ്ങനെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആം ഹോൾ കർവ് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കുഴിച്ച് കട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ വെച്ച് നമ്മൾ ചെയ്യുന്നതിനേക്കാട്ടിലും ഇച്ചിരി കൂടി പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി എന്നിട്ട് ഈ ആം ഹോൾ കർവ് തിരിച്ച് വെച്ചിട്ട് നമ്മൾ ബാക്കി ഭാഗവും കൂടി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളത് സ്ലീവിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്കായാലും സ്ലീവ് ആയാലും ഒക്കെ മാർക്ക് ചെയ്ത് എടുക്കാൻ പറ്റുമേ. ഇനി നമ്മൾ സ്ലീവിൻ്റെ താഴത്തെ വണ്ണം ഞാനിവിടെ കൊടുക്കുന്നത് 6.25 ഇഞ്ചാണ്. അതിനും നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണേ. ഞാൻ ഈ 2 ഇഞ്ചാണ് എല്ലാ ഭാഗത്തും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ
1 ഇഞ്ചായാലും മാർക്ക് ചെയ്യാമേ. പക്ഷെ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പിന് വെച്ചിട്ട് ഈ 2 ഇഞ്ച് തന്നെയല്ല സീം അലവൻസ് ഇരുന്ന് 1 ഇഞ്ച് മാത്രമേ ഞാനിട്ടിട്ട് ബാക്കി ഞാൻ കട്ട് ചെയ്യുവേ. പക്ഷെ 2 ഇഞ്ചിൽ കട്ട് ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്യും. പക്ഷെ ലാസ്റ്റ് നമ്മളത് കറക്റ്റായിട്ട് 1 ഇഞ്ച് മാത്രം സീം അലവൻസ് കിട്ടുന്ന രീതിയിൽ ഞാനത് കറക്റ്റായിട്ട് നമുക്കത് ഷേപ്പ് ചെയ്യും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും തുണി കുറഞ്ഞു പോകത്തില്ല. ഇപ്പോൾ അവത്ത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ഇച്ചിരി തുണി എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ 2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുമേ. അതിന് വേണ്ടി 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വേണേൽ ഇത്രയും സീം അലവൻസ് വേണ്ട എങ്കിൽ നമുക്കതങ്ങ് വെട്ടിമാറ്റാം, അതൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഭാവിയിൽ ഇച്ചിരി വണ്ണം വെച്ചാലും ഇച്ചിരി സീം അലവൻസ് കിടക്കുന്നത് നല്ലതാണ്. ഇനി എന്നിട്ട് നമ്മുടെ ആ 2 സ്ലീവും ഞാൻ മുകൾ ഭാഗം മാത്രം കുറച്ചൊന്ന് പിന്നെ ഫോൾഡ് ചെയ്ത ഭാഗമായതുകൊണ്ട് അവിടെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 2 സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെക്കണം, ഫേസ് ടു ഫേസ്. നല്ല ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ചീത്ത വശവും നല്ല വശവും ഉണ്ടല്ലോ നമ്മുടെ തുണിക്ക്. അതിൻ്റെ നല്ല തുണികൾ പ്രിൻ്റ് വരുന്ന നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ കൈക്കുഴി കട്ട് ചെയ്തില്ലേ 1/2 ഇഞ്ച്, അതേമാതിരി നമുക്കിവിടെ സ്ലീവിൻ്റെയും കൈക്കുഴി ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അതിനും നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 2 ഇഞ്ച് തന്നെയല്ലേ സീം അലവൻസ് ഇട്ടേക്കുന്നത്, ആ 2 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് 1 ഇഞ്ച് നമ്മൾ മുമ്പ് ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് മാർക്ക് ചെയ്ത പോലെ 1 ഇഞ്ച് ഈ സ്ലീവിനും മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് അകത്തേക്ക് 1 ഇഞ്ച് കണ്ടോ, ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 1 ഇഞ്ചിലേക്ക് വേണം നമ്മുടെ സ്ലീവിൻ്റെ കൈക്കുഴി കുഴിച്ച് നമ്മൾ കട്ട് ചെയ്യാൻ. എന്നിട്ട് 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്ലീവിൻ്റെ 1/2 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ടോപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ചാണ് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തെങ്കിൽ സ്ലീവിന് നമ്മൾ 1/2 ഇഞ്ച് തന്നെ കുഴിച്ച് വെട്ടണേ. അഥവാ 1/4 ഇഞ്ചാണ് കുഴിച്ച് വെട്ടുന്നതെങ്കിൽ നമ്മൾ സ്ലീവിനും 1/4 ഇഞ്ച് തന്നെ കുഴിച്ച് വെട്ടണം. അങ്ങനെ 1/2 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെയും നമ്മളൊരു നോട്ട് ഇട്ട് കൊടുക്കണം. സ്ലീവ് ഫ്രണ്ടും ബാക്കും കൂടി തലതിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കണേ. ഇനി നമ്മൾ സ്ലീവിൻ്റെ അറ്റത്ത് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടി നമ്മളിതേപോലെ 3 ഇഞ്ച് ലെങ്തിലുള്ള ഒരു പീസ് 2 എണ്ണം കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ സ്ലീവിൻ്റെ താഴത്തെ വണ്ണം അനുസരിച്ച് ഇച്ചിരി വീതിയിലുള്ള പീസാണ് എടുത്തേക്കുന്നത്. നമുക്ക് ബാക്കി കട്ട് ചെയ്ത് കളയാമല്ലോ. നമുക്ക് ആ ചെസ്റ്റിൻ്റെ ആ ഭാഗത്തൊക്കെ നമുക്ക് പീസ് വരുന്നതുണ്ടല്ലോ, നമ്മളത് വെച്ചിട്ട് 3 ഇഞ്ചിൽ കട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു പീസും കൂടി ഒന്ന് എടുക്കണേ. 5.5 ഇഞ്ച് ലെങ്തും 3 ഇഞ്ച് വീതിയും കൂടെ ഉള്ള 2 പീസ് നമ്മളിതേപോലെ ഒന്ന് എടുക്കണേ. ഈ പീസ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ബട്ടൺ ടാബിൽ ചെയ്യാനാണേ. അപ്പം ബട്ടൺ ഞാൻ വെച്ച് കൊടുക്കുന്നില്ല, ഞാനിത് സ്കേർട്ടിൻ്റെ കൂടെ മാത്രം ഇടുന്നതുകൊണ്ട് ബട്ടൺ വെച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ബട്ടൺ വെച്ച് കൊടുക്കാം ആ ഭാഗത്ത്. അപ്പോൾ ഇതേപോലെ ബട്ടൺ ടാബ് സ്ലീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലെ കറക്റ്റ് 5.5 ഇഞ്ച് ലെങ്തും അതേപോലെ 3 ഇഞ്ച് വീതിയിലുമുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഞാനത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ അടുത്ത മാർക്ക് ചെയ്യുന്നത്, ഞാൻ ഈ ടോപ്പിന് ലൈനിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ സെയിം കളർ എൻ്റെ കയ്യിലില്ലായിരുന്നു, ഞാനത് പകരം വേറൊരു കളറായാലും അതിന് കറക്റ്റ് നമ്മൾ ലൈനിങ്ങും ഇതേപോലെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ലൈനിങ്ങിൻ്റെ കളർ കിട്ടിയില്ല, എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കൊരു സ്റ്റിച്ച് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാണേ കൊടുത്തത്. കുഴപ്പമില്ല, നമ്മൾ ഇതകത്ത് പോകുന്നതല്ലേ, നമ്മൾ മാത്രമല്ലേ ശ്രദ്ധിക്കുന്നുള്ളൂ. അതുമല്ല ഇത് സ്ലിറ്റിട്ടാണല്ലോ ചെയ്യുന്നത്, നമ്മളിത് എലൈൻ രീതിയിലല്ലേ നമ്മൾ ടോപ്പ് ചെയ്യുന്നത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എന്നിട്ട് നമുക്കപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിതിൻ്റെ ലൈനിങ്ങിൻ്റെ നല്ല വശമാണ് ഇങ്ങനെ വിടർത്തി ഇട്ടേക്കുന്നത്. ഇനി എന്നിട്ട് നമ്മൾ എന്താ മാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാമോ, നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ സെൻറ്റർ, നമ്മളപ്പോൾ ആ മടക്ക് കൊണ്ട് നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. നമ്മൾ കട്ട് ചെയ്യേണ്ട, ഞാനിതുപോലെ മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും 3 ഇഞ്ച് വെച്ചിട്ട്
ഞാനിതേപോലെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി എന്നിട്ട് നമ്മളിപ്പം മാർക്ക് ചെയ്തത് ഫ്രണ്ടോ ബാക്കോ ഏതോ ആയിക്കോട്ടെ, അവിടോട്ട് നമ്മൾ ഏത് സൈഡാണോ മാർക്ക് ചെയ്ത് അതിൻ്റെ നെക്ക് ഇതേപോലെ ഒന്ന് കൊണ്ടുവെക്കുമ്പം നമ്മൾ കറക്റ്റ് 2-3 ഇഞ്ചല്ലേ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തേക്കുന്നത്, അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് നമ്മളിതേപോലെ 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ 3 ഇഞ്ച് നമ്മൾ ലൈനിങ്ങിൽ എന്തിനാണ് മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നെക്കൊന്ന് കിട്ടാനാണ്. അങ്ങനെ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ചിലാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇനി എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് കൊടുക്കണം. അങ്ങനെ ഞാൻ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ഓരോ ഇഞ്ച് ഇടവിട്ടിട്ട് നമുക്കൊന്ന് 1/4 ഇഞ്ചിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതും റൗണ്ടേ നമ്മൾ ഓരോ ഇഞ്ച് ഇടവിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നെക്കൊന്ന് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ നെക്ക് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കണ്ട, നമ്മുടെ ആ ഷേപ്പിൽ നെക്ക് നമ്മൾ ലൈനിങ്ങൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ആ നെക്ക് ആ റൗണ്ടേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമേ. ഇതൊന്നെങ്കിൽ നമുക്ക് അയൺ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് നമ്മളിതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യണേ. അപ്പം ഞാനിപ്പം ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ആ എൻഡിൽ നെക്കിൻ്റെ എൻഡ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് നമ്മൾ ലൈനിങ് ക്ലോത്തൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റുക. അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും രണ്ടും ഞാനൊന്ന് ടോപ്പിൻ്റെ 2 നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത ഇതേ രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? 1/2 ഇഞ്ച് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കണം. അതിന് വേണ്ടി 1/2 ഇഞ്ച് 2 ഷോൾഡറും ഒന്ന് ജോയിൻ ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ അടുത്ത ചെയ്യുന്ന നമ്മുടെ ലൈനിങ് ആദ്യം 1/2 ഇഞ്ചിൽ നമുക്കിതേപോലെ ഒന്ന് റൗണ്ടേ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ 1/2 ഇഞ്ചിൽ ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുക, പിന്നെ ഒരു 1/4 ഇഞ്ച് മടക്കി ഞാൻ 1/2 ഇഞ്ചിൽ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് ഇച്ചിരൂടെ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്തിനേക്കാളും ഇച്ചിരൂടെ കുറച്ചും നമ്മളെടുത്താൽ മതി. അത്രയും താഴെ വരെ നമ്മൾ ലെങ്ത് എടുക്കണ്ട. ഞാനൊരു 23 ഇഞ്ചോളമേ ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇനി എന്നിട്ട് സ്ലീവിൻ്റെ അറ്റത്ത് ഇതേപോലെ നമ്മൾ 3 ഇഞ്ച് പീസിലുള്ള തുണിയില്ലേ അതൊന്ന് 1/2 ഇഞ്ചിൽ നമ്മളൊന്ന് അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, ഞാനിതേപോലെ 1/2 ഇഞ്ചിൽ ഇങ്ങനെ അടിഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്തത് ചീത്ത വശത്താണ്. സ്ലീവിൻ്റെ ചീത്ത വശത്ത് ഈ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി എന്നിട്ട് നമ്മളിതൊന്ന് പതിച്ചടിക്കുമ്പോൾ നമ്മളിപ്പോൾ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം നമ്മുടെ അടിഭാഗത്ത് ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ ഇപ്പം നമ്മളൊരു പീസ് വെച്ച് കൊടുത്തില്ലേ 3 ഇഞ്ച്, അതിൻ്റെ മേലെ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇത് കണ്ടോ, നല്ല ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചിട്ടു. നമ്മുടെ ആ പീസ് നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ചിട്ടു. അതിനാണ് നമ്മൾ ആദ്യം ചീത്ത വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഇനി എന്നിട്ട് നമ്മുടെ ഈ ഭാഗം 1/2 ഇഞ്ച് ഞാനിപ്പം മടക്കിയത് കണ്ടോ, നമ്മുടെ ആ പീസിൻ്റെ അറ്റം ഇതേപോലെ 1/2 ഇഞ്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ നമുക്ക് താഴ്ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ആ ഭാഗത്തെ ആ ബെൽറ്റ് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി അറ്റത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടായെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് അയൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോഴെല്ലാം എപ്പോഴും അയൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ അതിന് പകരം ഞാൻ ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുക്കുവാണ്. ഇനി എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ആ സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത്, നമ്മൾ 5.5 ഇഞ്ച് ലെങ്തിൽ ഒരു പീസ് എടുത്തില്ലേ, ആ പീസ് ഇതേപോലെ എടുത്തിട്ട് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത പോലെ നമ്മൾ ഒരു 1/4 ഇഞ്ചിൽ നമ്മളിതേപോലെ ഒന്ന് മടക്കിയിട്ട് 1/4 ഇഞ്ചിൽ ഇതുപോലെ വരയ്ക്കുക. അറ്റത്ത് ഓപ്പൺ സൈഡിൽ വേണം നമ്മൾ 1/4 ഇഞ്ചിൽ വരയ്ക്കാൻ. എന്നിട്ട് ഇതേപോലെ ഒരു നമ്മളിങ്ങനെ കൂർത്തിരിക്കുന്ന ഷേപ്പിൽ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും ഒരു 1/2 ഇഞ്ച് താഴോട്ട് ഇത് ചെയ്യുക. നമ്മൾ ആരോ മാർക്കില്ലേ, ആരോ മാർക്കിൻ്റെ ഷേപ്പിൽ നമ്മളിതേപോലെ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൽ കൂടി നമ്മളിപ്പോൾ ആ വരച്ച അതിൽ കൂടി തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കണം. ഒന്നുമില്ല, നമ്മൾ
സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് ഈ പീസ് മടക്കിയിട്ട് സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് താഴെ 2 ഭാഗത്തേക്ക് ഒരു ആരോ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് അതേപോലെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ എന്തെങ്കിലും കത്രികയുടെ അറ്റം കൊണ്ട് ഇത് നമ്മൾ കണ്ടോ ഇതേപോലെ ആ ആരോ മാർക്കിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് നമ്മൾ നല്ല വശം ഒന്ന് തിരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടൺ ടാബ് നമ്മുടെ കറക്റ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്താൽ മതി. ഇനി എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. എനിക്കിപ്പോൾ അയൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതേപോലെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ബട്ടൺ ടാബ് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് നോക്കണം നമുക്ക് എങ്ങനെയാണ് വേണ്ടത്. കയറ്റി വെക്കേണ്ടവർക്ക് ഇച്ചിരി ലെങ്തിൽ നമുക്ക് മുകളിലേക്ക് കയറ്റി വയ്ക്കാം. അതേപോലെ താത്ത് വെക്കേണ്ടവർക്ക് അതേപോലെ രീതിയിൽ വെച്ചിട്ട് നമ്മൾ ചീത്ത വശത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കണം. സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ബട്ടൺ ടാബ് കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ വെക്കാൻ പറ്റുമേ. അപ്പം നമ്മുടെ ചീത്ത വശത്ത് നമ്മൾ 1/2 ഇഞ്ച് നമ്മളിതേപോലെ ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ബട്ടൺ ടാബ് അവിടെ അങ്ങനെ ഫിക്സായിട്ട് ഇരിക്കുവേ. അങ്ങനെ നമ്മൾ 2 സ്ലീവും ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഓരോ ഷോ ബട്ടൺ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. സ്ലീവിൻ്റെ ആ ബട്ടൺ ടാബ് ചെയ്ത ഭാഗത്ത് നമുക്കിതേപോലെ ഒരു ഷോ ബട്ടൺ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പം തൽക്കാലം ഷോ ബട്ടൺ വെക്കുന്നില്ലേ. ഇനി നമുക്ക് സ്ലീവ് നമ്മുടെ ടോപ്പും തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ ആം ഹോളിൻ്റെ കറക്റ്റ് സെൻറ്ററും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും തമ്മിൽ വെച്ചിട്ട് ഇതേപോലെ 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മുടെ നല്ല വശങ്ങൾ തമ്മിൽ വേണം വെക്കാൻ. അതേപോലെ ഫ്രണ്ടിൻ്റെ ആം ഹോളും അതേപോലെ സ്ലീവിൻ്റെ ആം ഹോളും തമ്മിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതുപോലെ നമ്മുടെ ടോപ്പിൻ്റെ അടിഭാഗവും 1/2 ഇഞ്ചിൽ ആദ്യം ഒന്ന് മടക്കി ഒരു 1/2 ഇഞ്ചിൽ ഒന്നുകൂടെ മടക്കി ഞാൻ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടിഭാഗമൊക്കെ 1/2 ഇഞ്ചിലൊന്ന് മടക്കിയാൽ മതി. മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ചെയ്യണേ. അപ്പോൾ താങ്ക് യു.